കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ എയിൽ യുവചിത്രകാരി മധുബനി ആർ. നാഥിൻ്റെ ഇൻലാൻഡ് സ്പേസസ് എന്ന പേരിൽ സോളോ പെയിൻറിങ്ങും എക്സിബിഷനും നടന്നു. ബുധനാഴ്ച വൈകിട്ട് 3-ന് പ്രശസ്ത ശില്പിയും തൃശൂർ ഗവൺമെൻറ് ഫൈനാൻസ് കോളേജ് വകുപ്പ് മേധാവിയുമായിരുന്ന AP സുനിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരന്മാരായ ആൻ്റണി കാറൽ, ഷിജോ ജേക്കബ്, KT മത്തായി, അജി അടൂർ തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായി. ക്യാൻവാസിലെ ഭാവനയുടെ സഞ്ചാരങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂരിൽ നിന്നുള്ള ചിത്രകാരിയാണ് മധുബനി. ഡോക്ടർ രാജീവ് പുലിയൂരിൻ്റെയും കൃഷ്ണദേവിയുടെയും മകളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയുമായ മധുബനി ആർ. നാഥ് എന്ന പ്രതിഭയെ വ്യത്യസ്തയാക്കുന്നത് വരയുടെയും നിറങ്ങളുടെയും ലോകത്തിലേക്കുള്ള മാറിനടപ്പുകൊണ്ടാണ്. റിയാലിസ്റ്റിക് ശൈലിയുടെ അതിരുകൾ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നതാണ് മധുബനിയുടെ ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ബാഹ്യരൂപങ്ങളെ അതേപടി പകർത്തുന്നതിന് പകരം ഭാവനയ്ക്കും നിറങ്ങളുടെ വിന്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ആധുനിക അബ്സ്ട്രാക്റ്റ് ശൈലിയാണ് ഇവിടെയുള്ള ചിത്രങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. പ്രകൃതി തന്നെയാണ് മധുബനിയുടെ ക്യാൻവാസുകളിലെ പ്രധാന പ്രമേയം. എന്നാൽ അത് നമ്മൾ കാണുന്ന വെറുമൊരു പ്രകൃതിയല്ല. പ്രകൃതിയിലെ വിവിധങ്ങളായ മരങ്ങളും മേഘങ്ങളും ചന്ദ്രക്കലയുമെല്ലാം മധുവിൻ്റെ ക്യാൻവാസിലെത്തുമ്പോൾ പുതിയ രൂപവും ഭാവവും കൈവരിക്കുന്നു. വസ്തുക്കളുടെ ബാഹ്യരൂപത്തിനപ്പുറം അവയുടെ ആന്തരികമായ വിവിധ ഭാഗങ്ങളെ മനനം ചെയ്ത് തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെയാണ് മധു അവയ്ക്ക് നിറച്ചാർത്ത് നൽകുന്നത്. ചെറുപ്പത്തിൽ വീടിൻ്റെ ചുവരുകളായിരുന്നു എൻ്റെ ക്യാൻവാസ്. അന്ന് ചുവരുകൾ വൃത്തികേടാക്കിയിട്ടും മാതാപിതാക്കൾ ചുവരുകളിൽ വരയ്ക്കുന്നതിനെ വിലക്കിയില്ല. ഒരു വാതിൽ പാളി മുഴുക്കെ ഞാൻ വരച്ചു. പിന്നീടാണ് ഡ്രോയിങ് പേപ്പറുകളിലേക്കും ക്യാൻവാസിലേക്കും മാറിയത്. ആ യാത്ര അന്വേഷണങ്ങളും എന്നെ ഇവിടെ എത്തിച്ചു. മധുബനി ആർ. നാഥ് പറഞ്ഞു. ചുവരിലെ കുത്തിവരകളിൽ നിന്നും പ്രദർശന നഗരികളിലേക്ക് മധുവിൻ്റെ ചിത്രരചനയിലേക്കുള്ള വഴികൾ തെളിഞ്ഞത് കുട്ടിക്കാലത്ത് നിന്നാണ്. വീടിൻ്റെ ഭിത്തികളിൽ വ്യത്യസ്ത രീതികളിൽ വരച്ചിട്ടിരുന്ന ചിത്രങ്ങൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചുവരുകൾ പാഴാകാതിരിക്കുവാൻ അവർ വാങ്ങി നൽകിയ ഡ്രോയിങ് പേപ്പറുകളിലേക്ക് മധുവിലെ കലാകാരി മാറി. വീട്ടിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനമാണ് പരമ്പരാഗത ശൈലികളിൽ നിന്നും മാറി ചിന്തിക്കാൻ മധുവിന് കരുത്തായത്. സ്കൂളിൽ നടന്ന ഒരു പെയിൻറിംഗ് മത്സരത്തിലൂടെയാണ് മധു ആദ്യമായി ഒരു വേദിയുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ തുടങ്ങി ഇന്ന് സ്വന്തമായി വരച്ച ചിത്രങ്ങൾ കലാസ്വാദകർക്കായി സോളോ പെയിൻറിംഗ് പ്രദർശനങ്ങൾ നടത്തുന്ന നിലയിലേക്ക് ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി വളർന്നത് അത്ഭുതാവഹമായ വേഗത്തിലാണ്. വേറിട്ട വീക്ഷണം, സമാനതകളില്ലാത്ത ശൈലി. ഒരു അബ്സ്ട്രാക്റ്റ് ചിത്രരചയിതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം മറ്റാരും കാണാത്തത് കാണാനുള്ള കണ്ണാണ്. മധുബനിയുടെ പെയിൻറ്റിങ്ങുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ ആസ്വാദകനും വ്യത്യസ്തമായ അർത്ഥതലങ്ങളാവും കണ്ടെത്തുക. നിറങ്ങളുടെ വിന്യാസം കൊണ്ടും ആശയങ്ങളുടെ ആഴം കൊണ്ടും പ്രായത്തെ വെല്ലുന്ന പക്വതയാണ് മധുബനിയുടെ ഓരോ വരയിലുമുള്ളത്.